ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയാണ് കാണിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര് ജിം എന്നും വൈഫിന്റെ പേര് ലിൻഡ എന്നുമാണ്. ഇന്നത്തെ ദിവസം ഈ ജിം ഇവക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അതിനുവേണ്ടി കണ്ണും പൊത്തിക്കൊണ്ടാണ് അയാളിപ്പോൾ അവളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് പുതിയൊരു വീടാണ്. ഇന്നു മുതൽ ഇവർ ഈ വീട്ടിലേക്ക് താമസം മാറുകയാണ്. കുറെ കാലമായിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹമായിരുന്നു പുതിയൊരു വീട് വാങ്ങണമെന്ന്. ഇന്നിപ്പോൾ അത് സാധിച്ചു. അതുകൊണ്ട് തന്നെ ലിൻഡയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമായി. അങ്ങനെ ഇവരിപ്പോൾ ഈ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷം ആദ്യത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ ലിൻഡ എഴുന്നേറ്റു. എന്നാൽ ഹസ്ബൻഡ് അവിടെ ഇല്ല. പുള്ളി നേരത്തെ തന്നെ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി എങ്ങോട്ടോ പോയിരിക്കുകയാണ്. ഇപ്പൊ ലിൻഡ എഴുന്നേറ്റപ്പോൾ തന്നെ അവളുടെ ഇളയ മകൾ അങ്ങോട്ട് ഓടിയെത്തി. ഇവളുടെ പേര് മേഘൻ എന്നാണ്. അവൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് അച്ഛൻ എപ്പോ വരുന്നതാണ്. അതേക്കുന്ന ലിൻഡ പറയുന്നത്, നിനക്കറിയില്ല മോളെ, അച്ഛനൊരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയാണ്, നാളെ പുള്ളി ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നാണ് ലിൻഡ പറയുന്നത്. അങ്ങനെ അവരാ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലിൻഡയുടെ മൂത്ത മകൾ അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് ബ്രിഡ്ജറ്റ് എന്നാണ്. എന്റെ പൊന്നമ്മ, നിങ്ങൾ ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണോ? സ്കൂളിൽ പോകാൻ ലേറ്റായി, ഒന്ന് വേഗം എഴുന്നേറ്റ് വന്നേ എന്നാണ് ബ്രിഡ്ജറ്റ് പറയുന്നത്. അങ്ങനെ എല്ലാവരും റെഡി ആയതിനു ശേഷം ലിൻഡ കുട്ടികളെയും കൊണ്ട് നേരെ പോകുന്നത് അവരുടെ സ്കൂളിലേക്കാണ്. കുട്ടികൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ ലിൻഡ തന്നെയാണ് അവരുടെ ബാഗൊക്കെ എടുത്തു കൊടുക്കുന്നത്. സാധാരണ കുട്ടികളാണ് ബാഗ് എടുത്തോണ്ട് പോകാറുള്ളത്. എന്നാൽ ഇന്ന് കുട്ടികൾ അത് എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് അവളത് എടുത്തു കൊടുത്തത്. അതിനെ തുടർന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുട്ടികൾ സ്കൂളിലേക്ക് ആക്കിയതിനു ശേഷം ലിൻഡ ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം അവൾ ജോഗിങ്ങിന് ഇറങ്ങി. കുറെ നേരത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് നല്ല വൃത്തിയായിട്ട് അവളൊന്ന് കുളിച്ചു. അങ്ങനെ ആ പരിപാടിയും തീർത്തതിന് ശേഷം അടുത്തായിട്ട് അവൾ ചെയ്യുന്നത്, പുതിയ വീടല്ലേ, അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ചില സ്റ്റിക്കേഴ്സ് ഒക്കെ അവൾ അവിടുത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണ്. അങ്ങനെ സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് അവൾ ആ വീട്ടിലെ പൊടിയൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞതിന് ശേഷം അവൾ അടുത്തായിട്ട് അലക്കാൻ വേണ്ടി പോവാണ്. വീടിനകത്ത് തന്നെയായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് കുട്ടികളുടെ കുറെ ഡ്രസ്സും ഉണ്ട്. അതൊക്കെയാണ് അവൾ ഇപ്പോൾ അലക്കാൻ പോകുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ അലക്കാനിട്ടതിന് ശേഷം അവൾ അടുത്തായിട്ട് അവളുടെ ഫോൺ എടുത്തു. ഈ സമയം അവൾ ഫോണിൽ സംസാരിക്കുന്നത് അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടാണ്. അവളുടെ പേരാണ് ആനി. ഇപ്പൊ അവർ സംസാരിക്കുന്നതിൽ നിന്നും ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആനി ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് എന്നുള്ള കാര്യം ലിൻഡയ്ക്ക് മനസ്സിലായത്. കുറച്ച് ദിവസമായിട്ട് അവളുടെ ഡേറ്റ് ഒന്നും നോക്കാറില്ലായിരുന്നു. ഇപ്പൊ ആനി ലിൻഡയുടെ അടുത്ത് പറയുന്നത്, ഇന്ന് രാത്രി അവൾക്കൊരു ഡേറ്റ് ഉണ്ട്. ഇവർക്ക് പുതിയൊരു ബോയ് ഫ്രണ്ട് സെറ്റായി. അവരുടെ പേര് ഹാരി എന്നാണ്. ഇന്ന് അവനുമായിട്ട് ഈ ആനി ഒരു ട്രിപ്പിന് പോകുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ആനി ഇപ്പൊ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചതിന് ശേഷം ലിൻഡ ഫോൺ വെച്ചു. എന്നാൽ ഫോൺ വെച്ച് ഉടനെ തന്നെ ഒരു വോയിസ് മെയിൽ വരികയാണ്. ആ വോയിസ് മെയിൽ അയച്ചിരിക്കുന്നത് ഇവളുടെ ഹസ്ബൻഡായ ജിം ആണ്. ജിം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് ലിൻഡ, എനിക്ക് നിന്നോട് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും പറഞ്ഞിട്ട് ജിം ഒന്ന് നിർത്തി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു കോൾ വരുന്നുണ്ട്. നോക്ക് ലിൻഡ, എനിക്കൊരു കോൾ വരുന്നു, നീ ഒന്ന് ഹോൾഡ് ചെയ്യ് എന്നാണ് ജിം അടുത്തായിട്ട് പറയുന്നത്. അപ്പോഴേക്കും ആ വോയിസ് മെയിൽ കട്ടാവുകയും ചെയ്തു. എന്നാൽ ആ വോയിസ് മെയിൽ കേട്ട് കഴിഞ്ഞപ്പം ലിൻഡയ്ക്ക് ഡൗട്ടായി. കഴിഞ്ഞ ദിവസം രാത്രി കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ജിം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നതിനെക്കുറിച്ചാണ് അവളിപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ജിം ഉദ്ദേശിച്ചെന്ന് അറിയാൻ വേണ്ടി അവൾ ഫോൺ എടുത്തിട്ട് ജിമ്മിനെ വിളിച്ചു. എന്നാൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ലിൻഡ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ വോയിസ് മെയിലിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടി, നീ എന്താണ് പറയാൻ വന്നത് എന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല. ഈ മെസ്സേജ് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ എന്നെ തിരിച്ചു വിളിക്കണം എന്നാണ് അവൾ വോയിസ് മെയിലിലേക്ക് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ആ മെസ്സേജ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിൻഡ അടുത്തായിട്ട് പോകുന്ന അവളുടെ കിച്ചണിലേക്കാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. എന്നാൽ അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ആരോ പുറത്തുനിന്ന് ബെല്ലടിക്കുന്നത്. അവൾ ചെന്ന് വാതിൽ ഓർക്കുമ്പോൾ അതൊരു പോലീസുകാരനാണ്. ഇയാളുടെ പേരാണ് റെയ്ലി. അയാൾ പറയുന്ന കാര്യം ലിൻഡയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇന്നലെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ ലിൻഡയുടെ ഹസ്ബൻഡായ ജിം മരിച്ചുപോയി. ഈ ഒരു കാര്യമാണ് അയാൾ ഇപ്പോൾ പറയുന്നത്. അതേക്ക് അവള് ചോദിക്കുന്നത്, അതെങ്ങനെ സംഭവിക്കും? കുറച്ചു മുമ്പാണല്ലോ ജിമ്മിന്റെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് എന്നാണ് അവള് പറയുന്നത്. ഈ സമയം പോലീസുകാരൻ പറയുന്നത്, ഞങ്ങളോട് ക്ഷമിക്കണം മാഡം, ഇന്നലെ തന്നെ ഈ കാര്യം ഞങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. സംഭവം നടന്നത് ഹൈവേയിലെ മൈൽ മാർക്കർ 220 അടുത്ത് വെച്ചിട്ടാണ്. ഒരു ടാങ്കർ ലോറി വന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കാറിനിടിക്കുകയായിരുന്നു. ടാങ്കറിനകത്ത് നിറയെ പെട്രോൾ ആയതുകൊണ്ട് അപ്പം തന്നെ അത് പൊട്ടിത്തെറിച്ചു. ആ ഒരു അപകടത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡും മരിച്ചു, ആ ട്രക്ക് ഓടിച്ചിരുന്ന ആളും മരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അയാളിപ്പോൾ പറയുന്നത്. അത് കേട്ട് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് ലിൻഡ. ഈ സമയം പോലീസുകാരൻ പറയുന്നത്, നിങ്ങളിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്ന കാര്യം എനിക്കറിയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അയാളുടെ ഒരു കാർഡ് ഒക്കെ കൊടുത്തിട്ട് വേഗം തന്നെ അവിടെ പോവാണ്. അങ്ങനെ പോലീസുകാരൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറി. അവളിപ്പോൾ വല്ലാണ്ട് കരയുന്നുണ്ട്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് അവളിപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അങ്ങനെ സമയം വൈകുന്നേരമായപ്പം ലിൻഡ നേരെ പോകുന്ന സ്കൂളിലേക്കാണ് കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുട്ടികളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവളിപ്പോൾ കുട്ടികളുടെ അടുത്തും കാര്യം പറയാണ്. അതായത് അവരുടെ അച്ഛൻ മരിച്ചുപോയ കാര്യം. അത് കേട്ട് കുട്ടികളും അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സംഭവം അറിഞ്ഞിട്ട് ലിൻഡയുടെ അമ്മ ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് വന്നു. അവരിപ്പോൾ കുട്ടികളൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുട്ടികളുമായിട്ടൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പസിലൊക്കെ സോൾവ് ചെയ്യുന്നത്. ഈ സമയം തന്നെ ലിൻഡയാണെങ്കിൽ അവൾ ഫോൺ എടുത്തിട്ട് ആനിയെ വിളിച്ചു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ ആനിയുടെ വോയിസ് മെയിലിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ നീ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ സമയം രാത്രി കുട്ടികളെ ഉറക്കാൻ കിടത്തിയതിനു ശേഷം ലിൻഡയുടെ അമ്മ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നു. അവളാണെങ്കിൽ വല്ലാണ്ട് വിഷമിച്ചിട്ട് അവിടുത്തെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയം അമ്മ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മോളെ നടന്നതൊക്കെ നടന്നു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ജിമ്മിന്റെ ഫ്യൂണറൽ നടത്തണ്ടേ, പിന്നെ ആക്സിഡന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്, ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യണം, അതിന് നീ തന്നെ പോയല്ലേ പറ്റൂ, ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുമോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. അതേക്കുന്ന ലിൻഡ പറയുന്നത്, കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്, ഞാനിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നാണ് അവൾ പറയുന്നത്. അതേക്കുമ്പോൾ എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, പക്ഷെ ഫ്യൂണറൽ നടത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം, ഇപ്പൊ ഞാൻ എന്തായാലും പോയി കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവളുടെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ലിൻഡ നോക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന അവരുടെ കല്യാണ ഫോട്ടോയിലേക്കാണ്. അവൾ ചെന്നിട്ട് അതിലൊരു ഫോട്ടോ ഇങ്ങ് എടുത്തു. ഈ സമയം ഓർമ്മ വരുന്നത് അവരുടെ കല്യാണം നടന്ന ആ ദിവസത്തെക്കുറിച്ചാണ്. വല്ലാത്തൊരു സങ്കടമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് ആ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് അവൾ അവിടുത്തെ ആ സോഫയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലിൻഡ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ അവളുടെ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. തലേ ദിവസം അവൾ സോഫയിൽ കിടന്നാണ് ഉറങ്ങിയത്. എന്നാൽ ഇപ്പോൾ അവൾ നോക്കുമ്പോൾ അവൾ അവളുടെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവളുടെ ഡ്രസ്സിലും മാറ്റമുണ്ട്. എന്നാൽ ഈ സമയം അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ എഴുന്നേറ്റ് ഉടനെ തന്നെ നേരെ പോകുന്നത് അവളുടെ അമ്മ കിടന്നുറങ്ങിയ ആ റൂമിലേക്കാണ്. എന്നാൽ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവരിത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവളിപ്പോൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് താഴെ TV വെച്ചിരിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. സംശയത്തോടെ അവൾ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ കാഴ്ച അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കാണുന്നു. ജിം അവിടെ ഇരിക്കുന്നുണ്ട്. അവരിപ്പം ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് മറിമായം? അപ്പൊ താൻ ഇത്രയും സമയം കണ്ട കാര്യങ്ങളൊക്കെ ഒരു സ്വപ്നമായിരുന്നോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അവളിപ്പോൾ ജിമ്മിനോടൊന്നും സംസാരിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ലിൻഡ കിളി പോയി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ജിം ചോദിക്കുന്നത്, നിനക്കിത് എന്തു പറ്റി, എന്താ വയ്യേ? കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവരെ സ്കൂളിൽ കൊണ്ടാക്കാം എന്നാണ് ജിം പറയുന്നത്. അതേക്കുമ്പോൾ വേണ്ട, ഞാൻ തന്നെ കുട്ടികളെ കൊണ്ടുപോയിക്കോളാം എന്നവൾ മറുപടി പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് ജിം അവന്റെ ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലിൻഡ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് എത്തി. ഇന്നിപ്പോൾ കുട്ടികൾ ഇറങ്ങാൻ നേരത്ത് അവർ ആ ബാഗ് എടുത്തില്ല. അവളാണ് ആ ബാഗ് എടുത്ത് കൊടുക്കുന്നത്. എന്നാൽ ആ ബാഗ് എടുത്ത് കൊടുത്തപ്പം അവളിപ്പോൾ ചിന്തിക്കുന്നത് അവൾ നേരത്തെ കണ്ട കാര്യമാണ്. കാരണം നേരത്തെ കണ്ടതും അവൾ തന്നെ ആ ബാഗ് എടുത്ത് കൊടുക്കുന്നതാണല്ലോ. ഇപ്പൊ അതേ സിറ്റുവേഷൻ വീണ്ടും അവർക്ക് സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ട്, എന്താണ് തനിക്കിപ്പോൾ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട്. അങ്ങനെ കുട്ടികളെ സ്കൂളിലാക്കിയതിനു ശേഷം അവളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിനകത്ത് നിൽക്കുമ്പോഴാണ് അവൾ അവിടുത്തെ ക്ലോക്കിൽ ടൈം നോക്കുന്നത്. 9 മണിയാവാനായിട്ടുണ്ട്. ഇപ്പോൾ അവൾ ടൈം നോക്കാനുള്ള കാരണം ഇതേ സമയത്ത് തന്നെയാണ് അവൾക്ക് നേരത്തെ ആ വോയിസ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾ വേഗം അവളുടെ ഫോണിന്റെ അടുത്തേക്ക് എന്നിട്ട് അതിൽ വോയിസ് മെയിൽ ഓൺ ആക്കുകയാണ്. എന്നാൽ അതിൽ മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ആശ്വാസമായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ അവളുടെ വണ്ടിയുമായിട്ട് നേരെ സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് അവൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അവളുടെ ശ്രദ്ധ തെറ്റി. ഇപ്പൊ അവളുടെ കാറിൽ മറ്റൊരു വണ്ടി ഒന്ന് ഇടിക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തിനാണ് അത് മാറിപ്പോയത്. അവളാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ പോലീസുകാരനുണ്ടല്ലോ, ആ റെയിലി, അവളുടെ ഭർത്താവിന്റെ ആ മരണവിവരം അറിയിച്ചത്. അയാൾ തന്നെയാണ് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്താ മോളെ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അത് പെട്ടെന്ന് എന്റെ ശ്രദ്ധ മാറിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു. അങ്ങനെ അടുത്തായിട്ട് അവൾ പോകുന്നത് അവളുടെ ഫ്രണ്ട് ആനിയുടെ അടുത്തേക്കാണ്. അവൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവളുടെ വണ്ടിക്കകത്തേക്ക് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. ഇപ്പൊ ആനി ഒരുപാട് കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അവളുടെ ഒരു ബോയ് ഫ്രണ്ടിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഹാരി. അവനുമായിട്ടുള്ള ഡേറ്റിംഗ് ഒന്നും ഇവർ തമ്മിൽ ഇതുവരെയായിട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് അവനെ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ലിൻഡ അതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അവൾ ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കാറില്ലേ എന്നാണ് ആനിയുടെ ചോദ്യം. അതല്ല ആനി, ഞാൻ നിനക്ക് ഒരു വോയിസ് മെയിൽ അയച്ചിട്ടില്ലായിരുന്നു. അവൾ ഈ വോയിസ് മെയിൽ എന്ന് ഉദ്ദേശിച്ചത് ജിം മരിച്ചതിന് ശേഷം അവൾ ആനിക്ക് ഒരു വോയിസ് മെയിൽ അയച്ചിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ചാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യം അവൾ പറയുന്നില്ല. എന്നാൽ അതേക്ക് ആനി പറയുന്നത്, നീ എനിക്ക് അതിന് വോയിസ് മെയിൽ ഒന്നും അയച്ചിട്ടില്ലല്ലോ, നിനക്കിത് എന്തു പറ്റി? കുറെ സമയമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്, നീയും ജിമ്മും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് ആനി ചോദിക്കുന്നത്. ഏയ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, എനിക്കെന്തോ ഞാൻ നിനക്ക് വോയിസ് മെയിൽ അയച്ച പോലെ ഒരു തോന്നല്, അതുകൊണ്ട് പറഞ്ഞതാണ്, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ തിരിച്ചു വീട്ടിലെത്തിയതിനു ശേഷം അവൾ ജോഗിങ്ങിന് ഇറങ്ങി. കുറെ നേരം ഓടിയതിനു ശേഷം അവൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കുളിക്കുകയാണ്. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിലെ പൊടിയൊക്കെ വൃത്തിയാക്കുമ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വാഷിംഗ് മെഷീന്റെ മുകളിലായിട്ട് കുട്ടികളുടെ ആ ഡ്രസ്സ് കിടക്കുന്നുണ്ട്. അവൾ നേരത്തെ കണ്ട അതേ ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെയും ഡൗട്ട് ആവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞ് അവൾ അത് പുറത്തിങ്ങനെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൾ കാല് തെറ്റി താഴേക്ക് വീഴുന്നത്. നേരെ അവൾ വീഴുന്നത് ഒരു ചത്ത കാക്കയുടെ മുകളിലേക്കാണ്. അപ്പൊ അതിന്റെ ചോര മൊത്തം അവളുടെ കയ്യിലായി. അത് കണ്ടതും അവൾ വേഗം എഴുന്നേറ്റിട്ട് വീടിന്റെ അകത്തേക്ക് ഓടാണ്. എന്നാൽ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ വാതിൽ തുറക്കുന്നതിനിടയിൽ അവളുടെ കയ്യിലുള്ള ചോര മൊത്തം അവിടുത്തെ ഗ്ലാസ്സിലാവുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വേഗം അകത്തേക്ക് കയറിയിട്ട് അവൾ കൈ മൊത്തം നന്നായിട്ട് അങ്ങോട്ട് കഴുകി. എന്നിട്ട് പിന്നെയും വെളിയിലേക്ക് ഇറങ്ങി ആ ചത്ത കാക്കി എടുത്തിട്ട് അവിടുത്തെ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടാണ്. അങ്ങനെ സമയം രാത്രി എല്ലാവരും ഇപ്പോൾ ഡിന്നർ കഴിക്കുകയാണ്. ജിമ്മും അവിടെ ഇരിക്കുന്നുണ്ട്.
ഈ സമയം ലിൻഡ ആണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ ഉറങ്ങാൻ കിടന്നു. ലിൻഡ ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്നാൽ ജിം ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഈ ലിൻഡയ്ക്ക് ജിമ്മിനെ കുറിച്ച് ഓർത്ത് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സമയം അവളിപ്പോൾ ജിമ്മിനെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. അതിനിടയിൽ എപ്പോഴും അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം അവൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം കളി മൊത്തം മാറി. തലേ ദിവസം കിടക്കുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സല്ല അവൾ ഇപ്പൊ ധരിച്ചിരിക്കുന്നത്. മാത്രമല്ല ജിമ്മിനെ അവളുടെ അടുത്ത് കാണുന്നുമില്ല. ഈ സമയത്താണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ ബെഡിന്റെ അടുത്തായിട്ട് ഒരു കുപ്പി വൈനും ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ട്. അത് അവൾ വെച്ചതായിട്ട് അവൾ ഓർക്കുന്നേ ഇല്ല. മാത്രമല്ല അവൾ അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ അവിടുത്തെ കണ്ണാടി ഒരു പുതപ്പ് വെച്ച് മൂടിയിട്ടിരിക്കുകയാണ്. അതും അവൾ ചെയ്തതായിട്ട് ഒരു ഓർമ്മയാവില്ല. അവളിപ്പോൾ ജിമ്മിനെ അന്വേഷിച്ചിട്ട് വേഗം റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് മറ്റൊരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ വാഷ് ബേസിലായിട്ട് കുറെ ഗുളിക ഇട്ടിട്ടുണ്ട്. അവൾ അതെടുത്ത് നോക്കുമ്പോൾ അത് ലിഥിയം ടാബ്ലറ്റ് ആണ്. ഈ മാനസികമായിട്ട് വല്ലാത്ത പ്രശ്നം വരുന്നവർക്ക് കൊടുക്കുന്നതാണ് ഈ ടാബ്ലറ്റ്. ഇതുവരെ അവളത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഇവിടെ വന്നത് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അങ്ങനെ ജിമ്മിനെ അന്വേഷിച്ച് അവൾ താഴേക്ക് ഇറങ്ങി. താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കുറെ ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. മാത്രമല്ല അവളുടെ അമ്മയുണ്ട്, ആനി അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നും ആ ഫ്യൂണറലിന് വന്ന ആൾക്കാരാണത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇപ്പൊ അവളങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അവളുടെ അമ്മയും ആനിയും പറയുന്നത്, എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നീ കുറച്ചു നേരം കൂടെ പോയി റെസ്റ്റ് എടുക്ക്, സമയമാകുമ്പോൾ ഞങ്ങൾ നിന്നെ വിളിക്കാമെന്നാണ്. അതിലിപ്പം അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവളിപ്പോൾ അവരോട് പറയുന്നത്, എന്റെ ജീവിതത്തിൽ തെറ്റായ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്താണ് എന്ന കാര്യം ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവൾ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ ലിൻഡ നേരെ പോകുന്നത് കുട്ടികളുടെ അടുത്തേക്കാണ്. കുട്ടികൾ പുറത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്. ഇപ്പൊ ലിൻഡ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ വേഗം അവളുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നാൽ ബ്രിഡ്ജറ്റ് ഇപ്പോഴും അവിടുത്തെ ആ ഊഞ്ഞാൽ തന്നെ ഇരിക്കുകയാണ്. പുറംതിരിഞ്ഞാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ ലിൻഡ വേഗം ബ്രിഡ്ജറ്റിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ബ്രിഡ്ജറ്റിനെ കാണുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ബ്രിഡ്ജറ്റിന്റെ മുഖത്തായിട്ട് നിറയെ സ്റ്റിച്ച് ചെയ്ത പാടുകളാണ്. നിന്റെ മുഖത്ത് എന്താണ് പറ്റിയത്? മൊത്തം മുറിവുകളാണല്ലോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വല്ലാണ്ട് വെപ്രാളം കാണിക്കാൻ തുടങ്ങി. അത് കാണുന്ന മേഘം പറയുന്നത്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ മുഖത്തിന് ഒരു കുഴപ്പമില്ലല്ലോ, അവൾ നല്ല സുന്ദരിയായിട്ടല്ലേ ഇരിക്കുന്നത് എന്നാണ് മേഘം പറയുന്നത്. അത് കേൾക്കുമ്പോൾ ബ്രിഡ്ജറ്റിന് വളരെ സന്തോഷമായി. എന്നാൽ മേഘൻ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ലിൻഡയ്ക്ക് ഡൗട്ടായി. അപ്പൊ താൻ കാണുന്ന ഒന്നും റിയൽ അല്ലേ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പം അവൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അവൾ വേഗം തന്നെ ബ്രിഡ്ജറ്റിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ഇപ്പോൾ പള്ളിയിലേക്ക് എത്തി, ആ ഫ്യൂണറലിന് വേണ്ടി. അവർ പള്ളിക്കകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ജിമ്മിന്റെ ബോഡിയും കൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ലിൻഡ അവിടെ നിന്നു. എന്തൊക്കെയോ അരുതാത്ത സംഭവിക്കുന്നുണ്ട് എന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവൾ വേഗം ആ ബോഡി കൊണ്ടുവന്ന വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് എനിക്കിപ്പോൾ ബോഡി കാണണം എന്നാണ് അവളിപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അവർ ബോഡി കാണിച്ചു കൊടുക്കുന്നില്ല. നീ കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ല ബോഡി ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. അതിനിടയിൽ രണ്ടാൾക്കാർ ആ പെട്ടി വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് പെട്ടി താഴേക്ക് വീണിട്ട് അതിനുള്ളിൽ നിന്ന് ജിമ്മിന്റെ ബോഡിയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നത്. അത് കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ലിൻഡ ആണെങ്കിൽ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ആൾക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അവളെ അവിടുന്ന് പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. ഇപ്പൊ ആ ഫ്യൂണറൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ ബോഡിക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. എന്നാൽ ഈ സമയത്താണ് ലിൻഡ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മരത്തിന്റെ മറവിൽ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. അവളിപ്പോ ആ ഫ്യൂണറൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഖത്തും വല്ലാത്തൊരു വിഷമം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിൻഡ വേഗം അവളുടെ അടുത്തേക്ക് പോയി. എന്നാൽ ലിൻഡ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവൾ വേഗം അവളുടെ കാറിന്റെ അകത്തേക്ക് കയറി. പക്ഷെ അവൾ വണ്ടി ഓടിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും ലിൻഡ അവളെ പിടിച്ചു. നീ ആരാണ്? നിനക്ക് എങ്ങനെ എന്റെ ഹസ്ബൻഡിനെ അറിയാം എന്നാണ് ലിൻഡ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ലേ? നമ്മൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ വണ്ടിക്കകത്തേക്ക് കയറി. നമ്മൾ ഇന്നലെ സംസാരിച്ചെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ആദ്യമായിട്ടാണല്ലോ നിങ്ങളെ കാണുന്നത് എന്നാണ് ലിൻഡ പറയുന്നത്. അതേക്കുമ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്, നീ ഒന്ന് ഓർത്ത് നോക്ക്. പിന്നെ എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ വണ്ടി ഓടിച്ച് പോവുകയും ചെയ്തു. അതൊക്കെ കണ്ട് ലിൻഡ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ലിൻഡ ചെക്ക് ചെയ്യുന്നത് ആ ലിഥിയം ടാബ്ലറ്റിന്റെ ആ ബോട്ടിലാണ്. അതിലത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുടെ പേര് എഴുതിയിട്ടുണ്ട്, ഡോക്ടർ നോർമൻ റോത്ത്. ആ പേര് കിട്ടിക്കഴിഞ്ഞപ്പം അവൾ അയാളെ വിളിക്കാൻ വേണ്ടി അവിടുത്തെ ടെലിഫോൺ ഡയറക്ടർ എടുത്തു. എന്നാൽ അത് ചെക്ക് ചെയ്യുമ്പോൾ ആ ഡോക്ടർ റോത്തിന്റെ ഡീറ്റെയിൽസ് ഉള്ള ആ പേജ് മാത്രം കീറി കളഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും നിരാശയായി. ഇതിപ്പോൾ ആരാണ് കീറി കളഞ്ഞത് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അതിനിടയിലാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ വേസ്റ്റ് ബിന്നിലായിട്ട് കുറെ പേപ്പറുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കീറി കളഞ്ഞ പേജ് അവൾക്ക് അതിൽ നിന്ന് കിട്ടി. അങ്ങനെ ഉടനെ തന്നെ അവൾ ഡോക്ടർ റോത്തിനെ വിളിക്കുകയാണ്. അതിലിപ്പം അവൾക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവളിപ്പോൾ കുട്ടികളെയും കൂട്ടി അവിടുത്തെ സോഫയിലിരിക്കുകയാണ്. ഈ സമയം അവളുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, അവളുടെ ഫ്രണ്ടായ ആനി അവിടെ നിൽക്കുന്നുണ്ട്. അവരും ഇപ്പൊ അവളോടൊന്നും സംസാരിക്കുന്നില്ല. ഈ സമയത്താണ് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അത് ആ ഡോക്ടർ റോത്തും അയാളുടെ ടീമും ആയിരുന്നു. ലിൻഡയെ സംബന്ധിച്ച് അവൾ ഇപ്പോഴാണ് അയാൾ ആദ്യമായിട്ട് കാണുന്നത്. എന്നാൽ അയാളെ സംബന്ധിച്ച് ഇവള് നേരത്തെ അയാളുടെ അടുത്ത് പോയിട്ടുമുണ്ട്. അയാളിപ്പോൾ വന്നിട്ട് ലിൻഡയോട് പറയുന്നത്, നിങ്ങളിപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. നിങ്ങൾ കാരണം ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ മുഖത്തുണ്ടായ പാടുകളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കാരണം സംഭവിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളെ കുട്ടികളുടെ അടുത്ത് നിർത്താൻ വീട്ടുകാർക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്നും പറഞ്ഞ് അവർ ബലമായിട്ട് ലിൻഡയും പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്.
അങ്ങനെ ലിൻഡയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം അവളെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തു. അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഡോക്ടർ റോത്തും ആ പോലീസുകാരനായ റെയിലും തമ്മിൽ സംസാരിക്കുകയാണ്. റെയിൽ ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് പറയുന്നത് ബുധനാഴ്ചയാണ് ഇവളുടെ ഹസ്ബൻഡ് ആക്സിഡന്റ് പറ്റി മരിച്ചത്, പക്ഷെ ആ കാര്യം ഞാൻ ഇവളെ അറിയിച്ചത് വ്യാഴാഴ്ചയായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന ഡോക്ടർക്ക് അത്ഭുതമായി. അങ്ങനെയാണോ സംഭവം? പക്ഷെ ഇവളെ എന്നെ ചൊവ്വാഴ്ച കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത് ഇവളുടെ ഹസ്ബൻഡ് എന്തോ മരിക്കാൻ പോവാണെന്നോ മരിച്ചെന്നോ അങ്ങനെ എന്താണൊക്കെ എന്നോട് പറഞ്ഞു എന്നാണ് ഡോക്ടർ പറയുന്നത്. അത് കേൾക്കുന്ന പോലീസുകാരൻ റെയിലിക്ക് അത്ഭുതമായി. അവളുടെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് അയാൾ മരിക്കാൻ പോവാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നാണ് അയാളുടെ ചോദ്യം. അതെ, അവൾ അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു. ഇനി ഇതൊരു ആക്സിഡന്റ് തന്നെയാണോ അതോ ഇവള് തന്നെയാണോ അയാളെ കൊന്നത് എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അവരുടെ ഈ ഒരു സംസാരം ലിൻഡയ്ക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ അവള് ചൊവ്വാഴ്ച ഡോക്ടറെ പോയി കണ്ട കാര്യമൊന്നും അവൾക്കൊരു ഓർമ്മയും വരുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ ഇപ്പൊ ലിൻഡയുടെ അടുത്തേക്ക് എത്തി. ഇപ്പൊ അയാൾ അങ്ങോട്ട് വരുമ്പം എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് വിടണം, എന്റെ കുട്ടികൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ അവൾ അഴിച്ചു വിടുന്നില്ല. നീ ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങ്, നാളെ നിനക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അയാൾ അവളുടെ ശരീരത്തിലേക്ക് ഒരു മരുന്ന് കുത്തിവെക്കുകയാണ്. അതോടുകൂടെ അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് അവൾ എഴുന്നേൽക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. എന്നാൽ അവൾ നോക്കുമ്പോൾ അവളിപ്പോൾ കിടക്കുന്നത് അവളുടെ ബെഡ്റൂമിലാണ്. അവൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ആദ്യം നോക്കുന്നത് അവളുടെ കയ്യിൽ ആ സിറിഞ്ച് കുത്തിവെച്ച പാടുണ്ടോന്നാണ്. എന്നാൽ രണ്ട് കയ്യിൽ ചെക്ക് ചെയ്തിട്ടും ആ പാടതിൽ കാണുന്നില്ല. ഈ സമയത്താണ് ബാത്റൂമിൽ നിന്നും കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് അവളുടെ ഹസ്ബൻഡായിരുന്നു. അവനെ കണ്ട ആ സന്തോഷത്തില് അവൾ വേഗം ചന്ദ്രൻ അവനെ കെട്ടിപ്പിടിച്ചു. അത് കാണുമ്പോൾ നിനക്കിത് എന്തു പറ്റി, നീ എന്താ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് എന്നാണ് ജിം ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം എന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ജിം ഓഫീസിലേക്ക് പോയതിനു ശേഷം അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കുട്ടികളെ വിളിച്ചു. ഈ സമയത്താണ് അവൾ ബ്രിഡ്ജറ്റിന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. അവളുടെ മുഖത്ത് യാതൊരുവിധ പാടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അവൾ അടുത്തായിട്ട് കുട്ടികളെയും കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോയി. എന്നിട്ട് കുട്ടികൾ അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് വീടിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവൾ ആ വേസ്റ്റ് ബിൻ ശ്രദ്ധിക്കുന്നത്. ആ ചത്ത കാക്കയിട്ടത് അത് അതിനകത്ത് തന്നെ ഉണ്ടോ നോക്കാൻ വേണ്ടി അവൾ ആ വേസ്റ്റ് ബിൻ ഓപ്പൺ ചെയ്തു. ആ കാക്ക ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ട്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം വളരെ വെപ്രാളത്തോടെ അവൾ വേഗം വീട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് അവൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് അവളുടെ ഷെൽഫാണ്. അതായത് ആ ലിത്തിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ടോ എന്നാണ് അവൾ പരിശോധിക്കുന്നത്. പക്ഷെ ആ ഷെൽഫ് മൊത്തം പരിശോധിച്ചിട്ടും അവൾക്ക് ആ ടാബ്ലറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് അവൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യുന്നത് ആ ടെലിഫോൺ ഡയറക്ടറിയാണ്. ആ ടെലിഫോൺ ഡയറക്ടറിക്കകത്ത് ആ ഡോക്ടർ റോത്തിന്റെ നമ്പർ ഉണ്ടല്ലോ, ആ പേജ് കീറിയിരുന്നതായിട്ടാണല്ലോ അവൾ നേരത്തെ കണ്ടത്. എന്നാൽ ഇപ്പോൾ അവൾ അത് നോക്കുമ്പോൾ ആ പേജ് അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അവൾ തന്നെ ആ പേജ് അതിൽ നിന്ന് കീറിയെടുക്കുകയാണ്. എന്നിട്ട് അവൾ നേരെ ഡോക്ടർ റോത്തിനെ കാണാൻ വേണ്ടി അയാളുടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഇപ്പോൾ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ റിസപ്ഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയം അയാളെ കാണുമ്പോൾ അവൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നാണ്. അത് കേൾക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ കാണുന്നത് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അതിൽ നിന്നും ഇപ്പോഴാണ് അവർ തമ്മിലുള്ള ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അയാളുടെ റൂമിലേക്ക് ചെന്നതിന് ശേഷം അവൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ലിൻഡ ഇപ്പോൾ അയാളുടെ അടുത്ത് പറയാണ്. അതായത് അവളുടെ ഹസ്ബൻഡ് മരിക്കുന്നതായിട്ട് കണ്ടതും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും പിന്നെ ഈ ഡോക്ടർ റോത്ത് അവളെ പിടിച്ചോണ്ട് പോയിട്ട് ആ മരുന്ന് കുത്തിവെച്ച കാര്യങ്ങളൊക്കെ. പക്ഷെ അവളതൊക്കെ പറയുമ്പോൾ അയാൾക്കത് വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് സാധാരണ ഒരു പേഷ്യന്റ് എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാ കേസിനും ആ ലിത്തിയം ടാബ്ലറ്റ് എഴുതി കൊടുക്കാത്തതാണ്. എന്നാൽ ഇപ്പത്തെ നിന്റെ അവസ്ഥ ഞാൻ കേട്ടപ്പം നിനക്ക് ആ ലിത്തിയം ടാബ്ലറ്റ് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ടാബ്ലറ്റ് ഒക്കെ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ലിൻഡ അടുത്തായിട്ട് പോകുന്നത് ജിം വർക്ക് ചെയ്യുന്ന അവന്റെ ഓഫീസിലേക്കാണ്. പെട്ടെന്ന് അവളുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം അവൻ തീരെ അവളവിടെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ അവൾ ചെന്നിട്ട് ഉടനെ അവൻ്റെ അടുത്ത് കാര്യം പറയണം. നീ അത്യാവശ്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരണം, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ജിമ്മ് പറയുന്നത് നീ എന്തൊക്കെയായി പറയുന്നത്, ഇത് ഓഫീസ് ടൈം അല്ലേ, എനിക്കിപ്പോൾ അർജന്റായിട്ടൊരു മീറ്റിങ്ങിന് പോകണം, ഇപ്പം എന്തായാലും വരാൻ പറ്റത്തില്ല എന്നാണ് ജിം പറയുന്നത്. ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വന്നത്. ഇവളാണ് നേരത്തെ നമ്മൾ ജിമ്മിന്റെ ആ ഫ്യൂണറൽ സമയത്ത് കണ്ടത്. ഇവളുടെ പേര് ക്ലെയർ എന്നാണ്. ഇവളിവിടെ പുതിയതായിട്ട് വന്ന അസിസ്റ്റന്റ് മാനേജറാണ്. ഇപ്പോൾ അവൾ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ ആ സെമിത്തേരിയിൽ വെച്ച് ഇവളെ കണ്ടത് ക്ലെയർ ഓർക്കുന്നുണ്ട്. മാത്രമല്ല അവളും ജിമ്മും തമ്മിലുള്ള ആ സംസാരത്തിൽ ഇവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്ന കാര്യം കൂടെ ഒക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് പോവാന്നും പറഞ്ഞിട്ട് ജിമ്മ ക്ലെയറിനെയും കൂട്ടി ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അതുകൊണ്ട് ലിൻഡയാണെങ്കിൽ വളരെ വിഷമിച്ചാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ തന്റെ ഹസ്ബൻഡ് തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് എന്ന കാര്യമൊക്കെ ബോധ്യമായി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ലിൻഡ ആ ഗുളിക എടുത്തു. പക്ഷെ അവളത് കഴിക്കുന്നില്ല. അവൾ ഉടനെ തന്നെ അതെടുത്തിട്ട് വാഷ് ബേസിലേക്ക് ഇടുകയാണ്. എന്നാൽ ഈ സമയത്താണ് പുറത്ത് നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. അവൾ നോക്കുമ്പോൾ കുട്ടികൾ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കുറെ തുണികൾ അവള് പുറത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം കുട്ടികളെ വിളിച്ച് ആ തുണി എടുക്കാൻ പറയാണ്. അതിനെ തുടർന്ന് 2 കുട്ടികളും തുണി എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി. ആ ഓട്ടത്തിനിടയിൽ ബ്രിഡ്ജറ്റ് നേരെ അവിടുത്തെ ഗ്ലാസ്സിൽ ചെന്ന് ഇടിക്കുകയാണ്. അങ്ങനെ ആ ഗ്ലാസ് തകർത്തുകൊണ്ടാണ് അവൾ അപ്പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് അവളുടെ മുഖത്ത് പരിക്ക് പറ്റിയത്. അങ്ങനെ ലിൻഡ വേഗം തന്നെ ബ്രിഡ്ജറ്റിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഈ സമയമാകുമ്പോഴേക്കും ജിമ്മ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ മുഖത്ത് സ്റ്റിച്ചൊക്കെ ഇട്ടതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ ബ്രിഡ്ജറ്റിനെ അവിടെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പൊ രാത്രി ആകുമ്പോഴേക്കും അവർ വീട്ടിലെത്തി. അങ്ങനെ ബ്രിഡ്ജറ്റിനെ അവളുടെ റൂമിലേക്ക് കിടത്തിയതിന് ശേഷം ലിൻഡ അടുത്തതായിട്ട് ചെയ്യുന്നത് അവിടുത്തെ കണ്ണാടി മൊത്തം ഒരു പുതപ്പ് വെച്ച് മൂടിയിടാണ്.
ഇതെന്തിനാണ് ഇവൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജറ്റ് അവളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം മാഗൻ അവിടെ കിടക്കുന്നുണ്ട്. മാഗൻ ഇപ്പം ലിൻഡയുടെ അടുത്ത് ചോദിക്കുന്നത് ബ്രിഡ്ജറ്റിന്റെ മുഖത്ത് ഈ പാടുകൾ എപ്പോഴും ഉണ്ടാവുമെന്നാണ്. അതേക്കുന്ന ലിൻഡ പറയുന്നത് ഒരിക്കലും ഈ വീട്ടില് ബ്രിഡ്ജറ്റിന്റെ മുഖത്ത് ഈ പാടിനെ കുറിച്ച് സംസാരിക്കരുത്, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ നല്ല സുന്ദരി കുട്ടിയാണ് എന്നാണ് ലിൻഡ പറയുന്നത്. അവൾ ഇങ്ങനെ ഒരു കാര്യം മേഘനോട് പറഞ്ഞത് കൊണ്ടാണ് അന്ന് ആദ്യം ലിൻഡ ബ്രിഡ്ജറ്റിന്റെ മുഖത്ത് ആ പാടുകൾ കണ്ടപ്പം ഇവളുടെ മുഖത്ത് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മേഘൻ പറഞ്ഞത്. അങ്ങനെ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ലിൻഡ അടുത്തായിട്ട് പോകുന്നത് ജിമ്മിന്റെ അടുത്തേക്കാണ്. ഈ സമയം ജിമ്മാണെങ്കിൽ അവിടെ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. ഇപ്പൊ ലിൻഡ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ജിമ്മ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നോട് ഞാൻ ഈ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാൻ പറഞ്ഞല്ലേ, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതേക്കുമ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നാണ് എന്നാണ് അവള് പറയുന്നത്. എന്നിട്ട് എവിടെ ലിൻഡ സ്റ്റിക്കർ? ഇപ്പൊ ആ സ്റ്റിക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം നടക്കുമായിരുന്നു. ഇതാണ് പ്രശ്നം. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് അപ്പം തന്നെ അങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ബിസിനസ് ട്രിപ്പിന് പോവാണല്ലോ, നിന്റെ അമ്മയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നവർ അവരും നിന്റെ കൂടെ നിൽക്കട്ടെ, അതാണ് കുട്ടികൾക്ക് സേഫ് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന അവക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും വന്നു. അപ്പൊ ഇതിനെല്ലാം കാരണം ഞാനാണ് എന്നാണ് നീ പറഞ്ഞു വരുന്നത്. എനിക്കെന്താ എന്റെ കുട്ടികളെ നോക്കാൻ അറിയത്തില്ലേ? എന്നിൽ നിന്ന് എന്റെ കുട്ടികളെ സെപ്പറേറ്റ് ചെയ്യാനാണോ നീ വിചാരിക്കുന്നത്? അമ്മേനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ല, എന്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നാണ് അവള് പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ജിമ്മാണെങ്കിൽ ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ അവൾ ഈ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ജിമ്മിനോട് സംസാരിച്ചതിന് ശേഷം അവൾ ഡ്രസ്സ് മാറാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് ചെന്നു. എന്നാൽ ആ ഡ്രസ്സ് മാറുന്നതിന്റെ ഇടയിലാണ് അവളുടെ പോക്കറ്റിൽ നിന്നും അവൾക്ക് ആ ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് കയറിയ പേജ് കിട്ടുന്നത്. അവൾ അത് ചുരുട്ടിയിട്ട് അവിടുത്തെ വേസ്റ്റ് ബിന്നിന്റെ അകത്തേക്ക് ഇട്ടു. എന്നാൽ അത് ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴാണ് അന്ന് നടന്ന സംഭവമൊക്കെ ഓർമ്മ വരുന്നത്. ആ വേസ്റ്റ് ബിന്നിൽ നിന്നാണല്ലോ അവൾക്ക് പേജ് കിട്ടിയത്. അപ്പൊ താൻ തന്നെയാണ് അത് അതിനകത്തേക്ക് കയറിയിട്ടത് എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. മാത്രമല്ല ഇപ്പൊ ദിവസങ്ങൾ മാറി മാറി വരുന്ന കാര്യവും അവൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വലിയൊരു ചാർട്ട് പേപ്പർ കീറിയെടുത്തിട്ട് അവളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണ്. വ്യാഴാഴ്ച ദിവസമാണ് ജിം മരിച്ചതായിട്ട് അവൾ അറിഞ്ഞത്. ആ കാര്യം അവൾ അതിൽ മാർക്ക് ചെയ്തു. എന്നാൽ പിന്നീട് അവൾക്ക് ഓർമ്മയുണ്ടായ കാര്യം തിങ്കളാഴ്ചത്തെ കാര്യമാണ്. അന്ന് ജിമ്മിന് ഒരു കുഴപ്പമില്ല. പിന്നെ അവൾക്ക് ഓർമ്മയുള്ളത് ആ ഫ്യൂണറലിന്റെ കാര്യമാണ്. അത് നടന്നത് ശനിയാഴ്ചയാണ്. അടുത്തതായിട്ട് അവൾക്ക് ഓർമ്മ വരുന്നത് ആ ലിത്തിയം ടാബ്ലറ്റിന്റെ കാര്യമാണ്. അത് അവൾക്ക് കിട്ടിയതും ശനിയാഴ്ച തന്നെയാണ്. പിന്നെ ചൊവ്വാഴ്ച ദിവസമാണ് അവൾ ഡോക്ടർ റോത്തിനെ മീറ്റ് ചെയ്തത്. പിന്നെ അവൾക്ക് ഓർമ്മ വരുന്നത് റോത്ത് അവളെ പിടിച്ചോണ്ട് പോയതാണ്. അത് ശനിയാഴ്ചയാണ്. പിന്നെയുള്ള സംഭവം ബ്രിഡ്ജറ്റിന് അപകടം പറ്റിയതാണ്. അത് ചൊവ്വാഴ്ചയാണ്. ഇനിയിപ്പോൾ അവളുടെ ടൈം ലൈനിൽ സംഭവിക്കാനുള്ളത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പിന്നെ ബുധനാഴ്ചയുമാണ്. ആ ഒരു ദിവസങ്ങൾ അവൾ മാർക്ക് ചെയ്യുന്നത് ചുവന്ന പെണ്ണ് വെച്ചിട്ടാണ്. അതിലിപ്പോൾ അവൾക്ക് അറിയാവുന്നത് ബുധനാഴ്ച ജിം മരിക്കുന്നതാണ്. അത് അവൾ അവിടെ എഴുതി വെച്ചു. ഈ ഒരു കാര്യങ്ങളൊക്കെ അവൾ എഴുതി കഴിയുമ്പോഴേക്കും ജിം അങ്ങോട്ടെത്തി. അത് കണ്ടതും അവൾ ആ പേപ്പർ എടുത്ത് മടക്കി വെക്കുകയാണ്. എന്നിട്ട് അവളിപ്പോൾ ജിമ്മിനോട് പറയുന്നത് ഒരു കാരണവശാലും ഈ ട്രിപ്പിന് പോരുതെന്നാണ്. എന്നാൽ ജിം അതിന് സമ്മതിക്കുന്നില്ല. ഒരു വർഷമായിട്ട് ഞാൻ ഇതിന് വെയിറ്റ് ചെയ്യാണ്, എനിക്ക് പോയേ പറ്റൂ, നീ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് അവൻ പറയുന്നത്. അവനത് സമ്മതിക്കാത്ത കാണുമ്പോൾ അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ജിം നീ പോയിക്കോ, പക്ഷെ എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. നാളെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ നീ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടേ പോവാവൂ എന്നാണ് അവള് പറയുന്നത്. അതേക്കുന്ന അവന് സംശയമായി. നാളെ ബുധനാഴ്ച ആണെങ്കിലെന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ ഉറപ്പായിട്ട് നാളെ ബുധനാഴ്ചയല്ലേ ആവത്തുള്ളൂ. അതേക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഈ പറയുന്ന പ്രാന്തായിട്ട് നിനക്ക് തോന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പിന്നീട് നിനക്ക് തരാം. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ നീ എന്നെ എഴുന്നേൽപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവാവൂ എന്നാണ് അവൾ പറയുന്നത്. ജിം ആണെങ്കിൽ അതിന് ഓക്കെ പറയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ ആ സോഫയിൽ കിടക്കാണ്. അവൾ അവരുടെ ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടില്ലായിരുന്നു. ആ ദിവസം വെള്ളിയാഴ്ച അവൾ എഴുന്നേറ്റ് ഉടനെ തന്നെ അവൾ ഉണ്ടാക്കി വെച്ച ആ ചാർട്ട് എടുത്തു. അതിനിടയിൽ അവളുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം അവൾക്ക് ഓർമ്മ വരുന്നത് ആ ക്ലെയറിന്റെ കാര്യമാണ്. അതായത് ജിമ്മിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജർ ഉണ്ടല്ലോ, ആ കാര്യം അവിടെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവൾ വേഗം ക്ലെയറിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ക്ലെയറിന്റെ വീട്ടിൽ ചെന്ന് വാതിലും മുട്ടുമ്പോൾ വളരെ വിഷമത്തോടെയാണ് ക്ലെയർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയം അവൾ ചോദിക്കുന്നത് നീ എന്റെ ഹസ്ബൻഡുമായിട്ട് റിലേഷനിലല്ലായിരുന്നു എന്നാണ്. അതേക്കുന്ന ക്ലെയർ തിരിച്ചു ചോദിക്കുന്നത് ഈ കാര്യം നിന്നോട് ആരാണ് പറഞ്ഞതെന്നാണ്. അതിൽ നിന്നും അപ്പൊ അവർ തമ്മിൽ റിലേഷനിലായിരുന്നു എന്ന കാര്യമൊക്കെ കൺഫേം ആയി. അങ്ങനെ ക്ലെയറിനെ മീറ്റ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് അവൾ പോകുന്നത് അവളുടെ ഫ്രണ്ടായ ആനിയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൾ ആനിയുടെ അടുത്ത് പറയുന്നത് ഇത്രയും ദിവസം എന്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്യായിരുന്നു, അത് കാരണം എനിക്കും എന്റെ കുട്ടികൾക്കിടയിൽ പല പ്രശ്നങ്ങളും സംഭവിച്ചു, അതുകൊണ്ട് ജിം ഈ മരണം അർഹിക്കുന്നുണ്ട് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ആനിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവൾ നേരെ പോകുന്ന ആ ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ്. ആദ്യം അവൾക്ക് ആ ഇൻഷുറൻസ് തുകയിൽ ഒരു താല്പര്യമില്ലായിരുന്നു, കാരണം അവൾ ജിമ്മിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അവൻ ചീറ്റ് ചെയ്യായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഇനി ആ പൈസ മേടിക്കാം എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റി മൊത്തം അവളിപ്പോൾ അവിടെ ചെയ്തു. അങ്ങനെ ആ പരിപാടികളൊക്കെ തീർത്തതിന് ശേഷം ജിമ്മിന്റെ ഫ്യൂണറലിന് വേണ്ടി ഒരു പെട്ടി ഓർഡർ ചെയ്യാനാണ് അവൾ അടുത്തായിട്ട് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ മൊത്തം പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഈ സമയം അവളുടെ അമ്മയും കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഉടനെ തന്നെ ചെന്നിട്ട് കുട്ടികൾക്ക് 2 കേക്കൊക്കെ കൊടുത്തു. എന്നിട്ട് അവൾ കിച്ചണിലേക്ക് പോകുമ്പോഴാണ് അവളുടെ അമ്മ അവളുടെ പുറകെ വരുന്നത്. എൻ്റെ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ജിമ്മിന്റെ ഫ്യൂണറൽ നടത്തണ്ടേ,
മാത്രമല്ല അവന് പറ്റിയിരിക്കുന്ന ഒരു ആക്സിഡന്റ് ആണ്, ഇൻഷുറൻസിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യണം. അതേക്കുന്ന ലിൻഡോ പറയുന്നത് അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തമ്മേ, ശനിയാഴ്ചയാണ് ഫ്യൂണറൽ, എല്ലാവരും അതിന് റെഡി ആയിക്കോ എന്നാണ് ലിൻഡോ പറയുന്നത്. ഇത്രയും വേഗം ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ശരിക്കും അത്ഭുതമായി. പക്ഷെ അവരതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ രാത്രിയാകുമ്പോൾ വളരെ സമാധാനത്തോടെ തന്നെ അവൾ കിടന്നുറങ്ങി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ ജിം അവളുടെ കൂടെ കിടക്കുന്നുണ്ട്. അതിൽ നിന്നും ഇന്ന് ഞായറാഴ്ചയാണ് എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. അങ്ങനെ ജിം അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ലിൻഡ അവനോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞായറാഴ്ചയല്ലേ, കുട്ടികൾക്ക് ഇന്ന് ലീവാണ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, കുട്ടികളെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകും, അത് അവർക്കും വളരെ സന്തോഷമാവും. അവൾ അത് പറയുമ്പോൾ ജിം ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെയും ജിമ്മിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ലിൻഡ നേരെ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. പള്ളിക്ക് അകത്തേക്ക് കയറുമ്പോൾ പള്ളിയിലച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം ചോദിക്കുന്നത് നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ എന്നാണ്. അതേക്കുന്ന അവള് പറയുന്നത് എനിക്കെന്തോ വല്ലാത്തൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നാണ്. ഇതേ സമയത്തിന് ജിം ആണെങ്കിൽ കുട്ടികളെ കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ലിൻഡ ഇപ്പം ആ പള്ളിയിലച്ഛൻ്റെ അടുത്ത് അവൾക്ക് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുത്തു. ഇവക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ വേറെ ചില ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് അയാളുടെ കയ്യിലുള്ള പുസ്തകത്തിലുള്ളത്. അതൊക്കെ അയാൾ പാവക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊരു സംഭവം നടന്നത് 1632 ഒരു ലേഡി അവളൊരു കാര്യം കംപ്ലൈന്റ് ചെയ്തു. അതായത് അവളൊരു ചുഴലിക്കാറ്റ് കണ്ടെന്നും അതിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ മരിക്കുമെന്നും. എന്നാൽ ആരും ഇത് വിശ്വസിച്ചില്ല. അവൾക്ക് ഭ്രാന്താണെന്നും പറഞ്ഞിട്ട് എല്ലാവരും അവളെ പൂട്ടിവെച്ചു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റടിച്ച് ആ സിറ്റിയിലെ മുഴുവൻ ആൾക്കാരും മരിച്ചുപോയി. ഇതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് 1918 നടന്നത്. അന്നൊരു വൈറസ് സ്പ്രെഡായ സമയമായിരുന്നു. ഒരാൾ അയാളുടെ 2 ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു അയാൾ ഫ്യൂച്ചറിലേക്ക് പോയെന്നും ഫ്യൂച്ചറിൽ വെച്ച് അയാളുടെ 2 കുട്ടികളുടെ കുഴിമാടം കണ്ടുവന്നു. ആ ഒരു കാരണം കൊണ്ട് അയാൾക്ക് ഭ്രാന്തായി. കുട്ടികൾക്ക് ആ അസുഖം പിടിക്കാതിരിക്കാൻ വേണ്ടി അയാൾ അയാളുടെ 2 മക്കളെയും വെടിവെച്ചു വന്നു. എന്നാൽ പിന്നീട് ആ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി നോക്കിയപ്പോൾ ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു അസുഖം പിടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് അയാളും സ്വയം വെടിവെച്ചു മരിച്ചു. ഈ 2 കാര്യങ്ങളാണ് ഫാദർ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് അവളുടെ ചോദ്യം. അതിന് ഫാദർ പറയുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഈ ഹിസ്റ്ററിയിൽ തന്നെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിന്റെ പുറകെ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നിന്റെ ജീവിതത്തിലും ഇതുപോലൊരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു മിറാക്കിളായിരിക്കും. നിനക്കിപ്പോൾ ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നീ നിന്റെ ജീവിതത്തിന് വേണ്ടി പോരാടുക. അതാണ് ഓരോ മനുഷ്യന്റെയും ധർമ്മം. ഈ ഒരു കാര്യമാണ് ഫാദർ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഈ സംസാരിച്ചിരിക്കുന്ന സമയത്തും ജിമ്മാണ് ഈ കുട്ടികളെയും കൊണ്ട് പുറത്ത് തന്നെയാണ്. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾ ഒരു പാർക്കിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ അവർ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ലിൻഡ നേരെ പോകുന്നത് ജിം ആക്സിഡന്റ് ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ആ ഹൈവേയിലേക്ക്. അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം അവൾ റോഡിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ റോഡിൽ നിൽക്കുന്ന സമയത്ത് അവളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അതിന്റെയൊക്കെ അവസാനം അവൾ കാണുന്നത് ജിം അവിടെ ആക്സിഡന്റ് ആവുന്നതാണ്. പെട്ടെന്നാണ് ഒരു കാർ അവൾ ഇടിക്കാൻ വരുന്നത്. അതോടുകൂടെ അവൾ സ്വഭാവത്തിലേക്ക് വന്നു. ആ കാറുകാരൻ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അവൾക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ആ കാറുകാരൻ അവിടെ നിന്ന് പോയതിനു ശേഷം അവൾ നോക്കുന്നത് ആ മൈൽ മാർക്കർ 220ലേക്കാണ്. അങ്ങനെ സമയം രാത്രി എല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. ജിമ്മും ലിൻഡയും ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു കസേരയിലിരിക്കുകയാണ്. ഈ സമയത്താണ് കുട്ടികൾ അങ്ങോട്ട് വരുന്നത്. സാധാരണ കുട്ടികൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അച്ഛനെ അമ്മയെ അവർ കെട്ടിപ്പിടിക്കാറുണ്ട്. ഇപ്പൊ അവർ വന്നിട്ട് ആദ്യം ജിമ്മിനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം നേരെ ചെന്നിട്ട് ലിൻഡയും കെട്ടിപ്പിടിച്ചു. എന്നാൽ ലിൻഡയെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ലിൻഡ അവരോട് പറയുന്നത് അച്ഛൻ ഒന്നുകൂടെ പോയിട്ട് കെട്ടിപ്പിടിക്കാനാണ്. അതിനെ തുടർന്ന് അവർ പിന്നെയും ചെന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അതും കൂടെ കഴിയുമ്പോൾ ലിൻഡ മറ്റൊരു കാര്യം കൂടെ കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം പറയാൻ. അത് കേട്ടതും ഞങ്ങൾ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ കൂടുതൽ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം കുട്ടികൾ ഇപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷമായി. പക്ഷെ അയാൾ തിരിച്ചൊന്നും പറയുന്നില്ല. അത് കാരണം ലിൻഡ അയാളോട് ചോദിക്കുന്നത് എന്താ നിങ്ങൾക്ക് കുട്ടികൾ ഇഷ്ടമല്ലേ, ഇഷ്ടമാണെങ്കിൽ ആ കാര്യം ഇപ്പം അങ്ങോട്ട് പറഞ്ഞൂടെ. അതേക്കുമ്പോൾ അതിപ്പോൾ ഇത്ര പറയാനുണ്ടോ, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കുട്ടികളെയാണ് എന്നയാൾ പറഞ്ഞു. അയാൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾ അയാളോട് ചോദിക്കുന്നത് എന്താ ഞങ്ങളെ മാത്രമേ അച്ഛന് ഇഷ്ടമുള്ളൂ, അമ്മയെ ഇഷ്ടമല്ലേ. എന്താ മക്കൾ അങ്ങനെ പറയുന്നത്, നിങ്ങളെപ്പോൾ തന്നെ നിങ്ങളുടെ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ അയാളത് പറയുമ്പോൾ അയാളുടെ സൗണ്ട് ഇടറുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് കഴിയുമ്പോൾ കുട്ടികൾ ഉറങ്ങാൻ പോവുകയും ചെയ്തു. ഈ സമയം ലിൻഡയാണെങ്കിൽ നേരെ പുറത്തേക്കാണ് പോകുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അവളിങ്ങനെ അത് നോക്കി നിൽക്കുമ്പോൾ ജിം അവളുടെ അടുത്തേക്ക് വന്നു. നീ എന്തിനാണ് പുറത്തു പോയി നിൽക്കുന്നത്, മഴ പെയ്യുന്ന കണ്ടില്ലേ, നീ അകത്തേക്ക് വന്നേ. അതേക്കുന്ന ലിൻഡ പറയുന്നത് നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് ജിം, നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെ ജീവിച്ചിരുന്നവരാണ്. എന്നാൽ ഇപ്പം നമുക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്, ഒന്നും പഴയതുപോലെയല്ല, നിനക്ക് നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട് എന്നൊക്കെയാണ് ലിൻഡ പറയുന്നത്. നീ എന്താണ് ലിൻഡ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതൊക്കെ നിന്റെ തോന്നലാണ്, നമുക്കിടയിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് ചെന്ന് സംസാരിക്കാം, ഇവിടെ നിൽക്കാതെ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ അകത്തേക്ക് വിളിക്കുകയാണ്. എന്നാൽ അവളാണെങ്കിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. അതിനിടയിലാണ് പുറത്തുള്ള ട്രാൻസ്ഫോമറിൽ ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. അവിടുത്തെ ലൈൻ കമ്പിയിൽ ഒരു കാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ താഴേക്ക് വീണു. മാത്രമല്ല പിന്നെയും അവിടെ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വയർ അതിൽ നിന്ന് പൊട്ടി നേരെ അവരുടെ അടുത്തേക്കാണ് വരുന്നത്. അത് കണ്ടതും അവർ വേഗം തന്നെ വീടിനകത്തേക്ക് പോയി. ഈ സമയമാകുമ്പോഴേക്കും ആ കാക്കയാണെങ്കിൽ ചത്തുപോവുകയും ചെയ്തു. ഇതേ കാക്കയാണ് അവൾ നേരത്തെ പിടിച്ചിട്ട് ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടത്.
അങ്ങനെ തിരിച്ചവരുടെ റൂമിലേക്ക് എത്തിയതിനു ശേഷം അവരിപ്പോൾ എല്ലാം മറന്ന് പരസ്പരം സ്നേഹിക്കുകയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ചാണ് അവർ കിടന്നുറങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾ നോക്കുമ്പോൾ ജിം അവളുടെ അടുത്ത് കിടക്കുന്നില്ല. മാത്രമല്ല അവളുടെ ഡ്രസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഇന്ന് ദിവസം വേറെയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതറിയാൻ വേണ്ടി അവൾ വേഗം ഫോൺ എടുത്തിട്ട് അവളുടെ ഫ്രണ്ട് ആനിയെ വിളിക്കുകയാണ്. കോള് കണക്ഷൻ കിട്ടിയ ഉടനെ തന്നെ ഇന്ന് ഏതാണ് ദിവസം എന്നാണ് അവൾ ആനിയുടെ അടുത്ത് ചോദിക്കുന്നത്. ആനി പറയുന്നത് ഇന്ന് ബുധനാഴ്ചയാണെന്നാണ്. അത് കേട്ടതും അവൾക്കൊരു ഞെട്ടലായിരുന്നു. ഇന്നാണ് ജിം മരിക്കാൻ പോകുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി. പക്ഷെ അവൾ താഴേക്ക് വന്ന് നോക്കുമ്പോൾ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല, ജിമ്മും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അതിലവൻ എഴുതിയിരിക്കുന്നത് ഞാൻ കുട്ടികളുടെ സ്കൂളിലാക്കിയിട്ട് എൻ്റെ ആ ട്രിപ്പിന് പോവും, നാളെ നമുക്ക് കാണാവുന്നതാണ്. അത് വായിച്ചു കഴിഞ്ഞ ഉടനെ അവൾ ഫോൺ എടുത്തിട്ട് ജിമ്മിനെ വിളിച്ചു. എന്നാൽ കോള് കിട്ടുന്നില്ല, വോയിസ് മെയിലിലേക്കാണ് പോകുന്നത്. ഇതേ സമയം തന്നെ ജിമ്മാണെങ്കിൽ കുട്ടികളാക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിൽക്കുകയാണ്. അങ്ങനെ കുട്ടികളാക്കിയതിന് ശേഷം അയാളുടെ കാറിലേക്ക് തിരിച്ചു നടന്നു. ഈ സമയമാകുമ്പോഴേക്കും ലിൻഡ ആണെങ്കിൽ അവളുടെ കാറും എടുത്തിട്ട് ജിമ്മിനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജിം ഇപ്പം ആ ഹൈവേയിലേക്ക് കയറി. അതിനിടയിലാണ് അയാൾക്ക് ആ ക്ലെയറിന്റെ കോള് വരുന്നത്. ക്ലെയർ ഇപ്പം ഒരു റൂം എടുത്തിട്ട് അതിനകത്താണ് ഇരിക്കുന്നത്. അവളിപ്പോൾ ജിമ്മിനോട് പറയുന്നത് നീ പറഞ്ഞതുപോലെ ഒരു റൂമൊക്കെ എടുത്ത് ഞാൻ സെറ്റ് ആയിട്ടുണ്ട്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഇന്നത്തെ ദിവസം മൊത്തം നമുക്ക് അടിച്ചു പൊളിക്കാന്നാണ്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ജിമ്മിന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അയാൾക്ക് ലിൻഡയെ ചീറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് അയാൾ ക്ലെയറിനോട് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ശരിയാവത്തില്ല, എനിക്ക് എൻ്റെ വൈഫിനെ ചീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് നീ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ്. അത് കേൾക്കുമ്പോൾ ക്ലെയറിനും ഭയങ്കര വിഷമമായി. ഈ സമയം ലിൻഡയാണെങ്കിൽ അവിടെ കാർ ഓടിക്കുകയാണ്. അതിനിടയിൽ അവൾ ജിമ്മിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ കോള് കണക്ട് ആവുന്നില്ല. അത് കണക്ട് ആവാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സമയം ജിമ്മ് ലിൻഡയെ വിളിക്കുകയാണ്. പക്ഷെ അയാളിപ്പോൾ വിളിക്കുന്നത് ലിൻഡയുടെ മൊബൈലിലേക്കല്ല, വീട്ടിലെ ഫോണിലേക്കാണ്. കോള് കിട്ടാത്തതുകൊണ്ട് അയാളിപ്പോൾ ഒരു വോയിസ് മെയിൽ അയച്ചു. ഈ ഒരു വോയിസ് മെയിലാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. ആ വോയിസ് മെയിലിൽ അയാൾ പറയുന്നത് അന്ന് രാത്രി കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നു, അത് നീ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമല്ല, അത്രയും പറഞ്ഞിട്ട് അയാളൊന്ന് നിർത്തി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അയാൾക്കൊരു കോള് വരുന്നുണ്ട്. അയാൾ നോക്കുമ്പം അത് ലിൻഡയുടെ കോളാണ്. അങ്ങനെ അയാൾ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ആ കോള് കണക്ട് ആയപ്പം ലിൻഡയ്ക്ക് ആശ്വാസമായി. ഈ സമയം ജിമ്മിന്റെ കാര്യമാണെങ്കിൽ ആ ക്ലെയറിനെ ഒഴിവാക്കിയതുകൊണ്ട് അയാളുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അയാളിപ്പോൾ ലിൻഡയുടെ അടുത്ത് പറയുന്നത് നീ അന്ന് രാത്രി എന്നോട് പറഞ്ഞില്ലേ നമുക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. നമുക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, ഞാൻ പഴയ ജിമ്മ് തന്നെയാണ്, ഒരു കാരണവശാലും നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയമാകുമ്പോഴേക്കും അവളാണെങ്കിൽ അവന്റെ വണ്ടിയുടെ തൊട്ട പുറകിലേക്ക് എത്തി. ആ കാര്യം അവൾ ഫോണിലൂടെ അവനോട് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ അവിടെ വണ്ടി നിർത്തുകയാണ്. എന്നാൽ അവൻ വണ്ടി നിർത്തിയതോ ആ മൈൽ മാർക്കർ 220യുടെ തൊട്ടടുത്തും. അത് കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ടെൻഷനായി. അവൾ ഉടനെ തന്നെ അവനോട് വണ്ടി തിരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വരാൻ പറയാണ്. അതിനെ തുടർന്ന് അവൻ വണ്ടി തിരിക്കാൻ തുടങ്ങി. അവൻ ഈ വണ്ടി തിരിക്കുന്നൊക്കെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ്. അപ്പുറത്തെ കാര്യങ്ങളൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നാണ് ഒരു കാർ അതിൽ പാസ് ചെയ്യുന്നത്. അത് അവന്റെ വണ്ടിയിൽ ഇടിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ കാറുകാരൻ വെട്ടിച്ചു മാറ്റിയതുകൊണ്ട് ആ കുട്ടിയുടെ നടന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവന്റെ വണ്ടി ഓഫായിട്ടുണ്ട്. അവൻ വേഗം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് സ്റ്റാർട്ട് ആവുന്നില്ല. അതിനിടയിലാണ് ഒരു വലിയ ടാങ്കർ അങ്ങോട്ട് വരുന്നത്. ഈ ടാങ്കർ അങ്ങോട്ട് വരുന്നൊക്കെ അവൾ കാണുന്നുണ്ട്. അവൾ ആ കാര്യം അവനോട് പറയുകയും ചെയ്തു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ ആ വണ്ടി സ്റ്റാർട്ടാക്കാനും പറ്റുന്നില്ല, അവൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. അപ്പോഴേക്കും ടാങ്കർ വന്നിട്ട് ആ കാറിനിടിക്കുകയാണ്. അതോടുകൂടെ ആ ടാങ്കർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ അവള് കാരണമാണ് ജിമ്മൊപ്പം മരിച്ചത്. അവൾക്കാണെങ്കിൽ അത് തടയാനും പറ്റിയില്ല. ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ അവളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ജിം മരിച്ചിട്ടിപ്പം ഒരു മാസമായി. ഒരു ദിവസം രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ കുട്ടികൾ അവളുടെ അടുത്തേക്ക് വന്നു. ഇന്നത്തെ ദിവസം അവർ ഈ വീട് വിട്ട് സിറ്റിയിലേക്ക് മാറാൻ പോവാണ്. അതിന് അമ്മയെ എഴുന്നേൽപ്പിക്കാനാണ് കുട്ടികൾ അങ്ങോട്ട് വന്നത്. അങ്ങനെ അവൾ എഴുന്നേറ്റിന് ശേഷം നിങ്ങൾ വേഗം ചെന്ന് റെഡിയാവ്, ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ കുട്ടികളെ താഴേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ കുട്ടികൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവളുടെ മനസ്സിലേക്ക് വരുന്നത് ആ പള്ളിയിലച്ചൻ പറഞ്ഞ കാര്യമാണ്. ഇനി നീ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിന്റെ ജീവിതത്തിന് വേണ്ടി പോരാടുക. ഇപ്പോൾ അവൾ ഒറ്റയ്ക്കാണെങ്കിലും ഫാദർ പറഞ്ഞ കാര്യം ചെയ്യാനാണ് അവളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കൂട്ടായിട്ട് ഒരു കുഞ്ഞിനെയും കൂടെ അവളുടെ വയറ്റിൽ കൊടുത്തിട്ടാണ് ജിം അവളോട്ട് പോയിരിക്കുന്നത്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.